ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഓടി വായൂ, എൻ്റെ അടുക്കള കാണാം. എൻ്റെ അടുക്കള കാണാൻ ചടങ്ങിലേക്ക് എല്ലാവരും ഓടി വായൂ. ഞാനിത് എൻ്റെ കണ്ടല്ലോ, എൻ്റെ മിക്സിയും ഗ്രൈൻഡറും ഒക്കെ എനിക്ക് പണി തന്നതുകൊണ്ട് അയ്യോ വല്ലാതെ കിടന്ന് കഷ്ടപ്പെടുക കേട്ടോ. ഒരു കഷ്ടപ്പാടില്ലേ, ഇങ്ങനെ ചെയ്താൽ മതി കുറച്ച് ദിവസം ഒന്നും വിചാരിച്ചു. പക്ഷേ എന്നെ പറ്റിച്ച മിക്സിയെ ഞാൻ ഇന്ന് പറ്റിച്ചു. ഞാൻ പോയി മിക്സിയും ഗ്രൈൻഡറും ഒക്കെ വാങ്ങി കേട്ടോ. അപ്പം ആ വിശേഷങ്ങളിലേക്ക് വരാം. ഞാനിപ്പോൾ അരയ്ക്കുന്നത് അവിയലിനാണേ. ചക്ക അവിയലിന് അരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ചക്ക അവിയലിന് അരച്ചു, മീനിന് അരച്ചു, തോരന് ഒന്ന് തല്ലിയെടുത്തു, കീര തോരന് വേണ്ടി തല്ലിയെടുത്തു. പിന്നെ രസം, തട്ടിക്കൂട്ടാണല്ലോ രസം. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഞാനൊരു പുതിയ തൂക്കാനും വരാനും വേണ്ടി ഒരാളിനെ വച്ചിട്ടുണ്ട് കേട്ടോ. ആളിനെ ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. ആളിന് ശമ്പളം കൊടുക്കണം. അതൊക്കെ എല്ലാം കൊണ്ടും അല്പം ബുദ്ധിമുട്ടാണ്. തൂക്കാൻ ഒരാളെ വയ്ക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ തൂക്കാൻ ഒരാളിനെ വച്ചത്. ആളിനെ നിങ്ങൾ കാണുമ്പോൾ ഓടരുത് കേട്ടോ. ആളിനെ ഭയങ്കര ശല്യമാണ് അടുക്കളയിൽ വന്ന്. എനിക്ക് ഒരു നിവർത്തിയില്ല. എനിക്ക് ടാറ്റ പറയക്കവും തൂക്കലും വാരലും പാത്രങ്ങൾ പറക്കിയിടക്കും ഒക്കെ തന്നെ കണ്ടത്. അവിയലിനൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചു. അരി ഏകദേശമൊക്കെ വേവാറായിന്. നമുക്ക് തൊണ്ടൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് കുറച്ച് കുറുമ ഉണ്ടാക്കാം. രാവിലെ ദോശയ്ക്ക് വേണ്ടി കുറുമക്കറി ഉണ്ടാക്കാൻ വേണ്ടി കടലയും ഇതൊക്കെ അവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുക്കറിൽ. പിന്നെ നമുക്ക് ആദ്യം അവിയൽ അടുപ്പി വയ്ക്കാം. അത് കഴിഞ്ഞ് അവിടെ പോയി കുറുമയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഉള്ളിയൊക്കെ അരിഞ്ഞ് പറക്കി എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സു. ഇപ്പം പുതിയ കുറച്ച് പേരെൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണുണ്ട്. അവർക്കൊക്കെ പ്രത്യേക സ്നേഹാന്വേഷണം. എല്ലാവർക്കും പ്രത്യേക സ്നേഹാന്വേഷണം. പിന്നെ എന്താ പറയാല്ലേ, അങ്ങനെ ഞാനിത് അരിഞ്ഞ് പറക്കലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല. നാട്ടിൽ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇത്തിരി മഴ പെയ്തു. ഇന്ന് മഴയൊന്നുമില്ല, ചൂടാണില്ലേ. നമുക്കിവിടെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഇന്ന് ചൂടാണ്. പിന്നെ കുറുമയ്ക്ക് എല്ലാം റെഡിയായി. ഞാനൊരു തക്കാളി കൂടെ ഒന്ന് പീസാക്കി എടുക്കുന്നതാണ്. എല്ലാവർക്കും അറിയാവുന്ന അടുക്കള വിശേഷങ്ങൾ തന്നെയാണ്. എന്നും വിശേഷങ്ങൾ കാണിക്കുക. പുതിയ പാചക പരീക്ഷണങ്ങൾക്കൊന്നുമുള്ള സാഹചര്യങ്ങളൊന്നുമില്ല, അതിനുള്ള സമയവുമില്ല, സാഹചര്യവുമില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മളെ അടുക്കളയായി ഞാൻ മുന്നോട്ട് പോകും. എല്ലാവരും വരിക, കാണുക. കണ്ടല്ല, എൻ്റെ ആളിൻ്റെ രംഗപ്രവേശനമാണ്. ആൾ രംഗപ്രവേശനം ചെയ്ത് കണ്ടല്ല, തൂക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ ആളിന് ഞാൻ ശമ്പളം കൊടുത്താലൊന്നും മതിയാവില്ല. അത്രയ്ക്കാണ് രാവിലെ മുതൽ ഭയങ്കരമായ രീതിയിൽ അധ്വാനിക്കുന്നത്. ഞാൻ രാവിലെ അടുക്കളയിൽ കയറി ഏകദേശം ജോലിയാകുമ്പോൾ ആൾ ഉറക്കൊഴിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടം വിട്ട് അങ്ങോട്ട് പോകണം. ഞാൻ എവിടെ പോകണോ അവിടെ ചുറ്റിപ്പറ്റി നടക്കണതല്ലാതെ അവൻ കയറിപ്പോവില്ല കേട്ടോ. ഞാൻ റബ്ബർ പാൽ എടുക്കാൻ പോണ സമയത്ത് കുളിച്ചിട്ടിട്ടാണ് പോണത്. തിരിച്ച് വരണം, അവനറിയാം എന്നും. അതുകൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും. കാണുകയാണെങ്കിൽ കരയും. അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ വീണ്ടും എൻ്റെ ബാക്കിലേ നടക്കും. അങ്ങനെ ഞാനിതേ മീനിനൊക്കെ അരച്ചെടുത്തു. അവിയൽ അവിടെ അടുപ്പിലായി കഴിഞ്ഞു. മീനിനരച്ചെടുക്കണ ഇതാണ്. ഇതൊക്കെ തന്നെ കേട്ടോ. എന്താ പറയണ്ട, അപ്പോഴപ്പോഴും വരെയാണ് ടാറ്റ പറയും. വീഡിയോ ഇവിടെ ഇരിക്കണമെന്നും വീഡിയോയിൽ ടാറ്റ പറയണമെന്നും അവൻ അറിയാമെന്നും നിങ്ങളൊന്ന് നോക്കി നോക്ക്. അപ്പം ബുദ്ധിമാൻ കണ്ടോ വന്നത് എൻ്റെ വീഡിയോ വലിച്ചു പൂക്കാനാണ് നോക്കിയത്. അത് പറ്റിയില്ല. അതുകൊണ്ട് അവൻ്റെ അമ്മ അങ്ങോട്ട് നീക്കി വെച്ചു. അങ്ങനെ വന്നിരുന്ന് അപ്പോഴപ്പോഴും ടാറ്റ പറയുന്നു, തൂത്ത് കാണിക്കുന്നു. എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വന്ന് നോക്കിയിട്ട് പറയും അമ്മുമ്മ എന്ന് പറയും. അതിനെയൊക്കെ എടുത്ത് വെച്ച് കാണും, ചിരിക്കും, വെള്ളം കാണിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ചൂര മീനിനൊക്കെ അരച്ച് വെച്ചു. പിന്നെ ചൂര മീനിനെയൊക്കെ അറുത്ത് റെഡിയാക്കി വെച്ചു. ഞാൻ ഒരു തടസ്സമില്ലാതെ മാറിക്കൊടുക്കുന്നതാണ്. ഈ തുറപ്പ പിടിച്ച് വാങ്ങിച്ചാലോ എന്നിട്ട് ഇവിടെ അടിയാണ്. അതുകൊണ്ട് തുറപ്പ പിടിച്ച് വാങ്ങിക്കാൻ ഞാൻ പോകണില്ല. അവൻ തൂക്കേ വാരേ പറക്കേ എന്തോ ചെയ്യട്ട് ഇല്ലേ, അങ്ങനെ ചെയ്തുകൊണ്ട് നടക്കട്ടെ കൊച്ചണ്ണൻ. ഇതൊക്കെ കാണാൻ തന്നെ ഒരു സന്തോഷം ഇല്ലേ. ഇതൊക്കെ കണ്ടുകിട്ട് അങ്ങനെ മീൻ കറി റെഡിയായി കേട്ടോ. തോരനൊക്കെ അരിഞ്ഞ് വെച്ചു, അരച്ചു വെച്ചു. പിന്നെ ചക്ക അവിയൽ വെച്ചു.
ഇനി നമുക്ക് കുറച്ച് കൂടെ ജോലി ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി. എപ്പോഴേക്കും നമ്മളെ തൂപ്പുകാരൻ്റെ തോളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനിതാ ഇവിടെ ഇരിക്കുന്നു. ഞാൻ ഈ കീര ചട്ടിയിൽ വയ്ക്കുള്ളൂ കേട്ടോ. എനിക്ക് ചട്ടിയിൽ കീര വയ്ക്കുന്നതാണ്. കീര അല്ല ചീര അല്ലേ. ഇനി എല്ലാവരും കീരയുടെ പുറകെ വരും. ഞങ്ങൾ ചീര ചീര കീര കീര എന്ന് പറഞ്ഞ് അതൊരു ശീലമാണ്. ചീര നമ്മളെ നല്ല ചെഞ്ചീര ഞാൻ നല്ല പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മളെ ചട്ടിയിലാണ് വെച്ചത്. അതിന് പ്രത്യേക ടേസ്റ്റും രുചിയും തന്നെ കേട്ടോ. നല്ല മൺചട്ടിയിൽ വയ്ക്കുമ്പം ഒരു സ്ഥലത്ത് ദോശ ചുടുന്നുണ്ട്, ഒരു സ്ഥലത്ത് ചീരക്കറി റെഡിയായി വരണം, ചീരത്തോരൻ റെഡിയായി വരണുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, ഒന്നും പറയേണ്ടതില്ലേ. ഒരാളിഞ്ഞ് മൂട്ടിലിറങ്ങൂല കേട്ടോ. ഇടുപ്പിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ മൂട്ടിലിറങ്ങണ കാര്യം വലിയ പ്രയാസമാണ്. ഇനി മൂട്ടിൽ നിർത്തിയാൽ അമ്മ ഇവിടെ ചീറിക്കൊണ്ട് വരും എടുക്കാനൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളെല്ലാം കഴിയാൻ സമയമായി. എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ചോറ് റെഡിയായി, നമ്മളെ ചക്കയവിയൽ റെഡിയായി, ചീരത്തോരൻ റെഡിയായി, രസം. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.